നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സിനിമാ ലോകത്തെ താരറാണിയായ നയൻതാര ഇന്ന് സിനിമയ്ക്കൊപ്പം ഒന്നിലേറെ ബിസിനസ്സുകളും നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ഇരട്ടക്കുട്ടികളുടെ അമ്മ എന്ന ഉത്തരവാദിത്വവും താരത്തിനുണ്ട്. ഇത്രയധികം കാര്യങ്ങളിലേക്ക് നടി എങ്ങനെ ശ്രദ്ധ കൊടുക്കുന്നുവെന്ന് ആരാധകർ അത്ഭുതപ്പെടുകയാണ്. കരിയറിന് എപ്പോഴും വലിയ പ്രാധാന്യം നടി നൽകിയിട്ടുണ്ട്. തമിഴകത്തെ ലേഡി സൂപ്പർ താരമായി മാറാൻ നടി ഏറെ പ്രയത്നിച്ചിട്ടുണ്ട്. മലയാളത്തിലും തെലുങ്കിലും സാന്നിധ്യം അറിയിക്കാറുണ്ടെങ്കിലും നയൻതാരയെ എന്നും ചേർത്ത് നിർത്തിയത് തമിഴകമാണ്. സിനിമകളിൽ അഭിനയിക്കുന്നതിന് താരത്തിന് പ്രത്യേക നിബന്ധനകളുണ്ട്. രാവിലെ 9 മണിക്ക് നടി സെറ്റിലെത്തും. ഗ്ലാമറസ് വേഷങ്ങൾ ഇപ്പോൾ ചെയ്യാറില്ല. പ്രൊമോഷൻ ഇവന്റുകളിൽ പങ്കെടുക്കാറുമില്ല. ഇപ്പോഴിതാ നയൻതാരയുടെ നിബന്ധനകൾ കുറെ കൂടി കടുപ്പിച്ചിരിക്കുകയാണ് എന്ന വാദവുമായി എത്തിയിരിക്കുകയാണ് തമിഴ് സിനിമാ രംഗത്തെ വിവരങ്ങൾ പങ്കുവയ്ക്കാറുള്ള അന്തനൻ. തമിഴ് സിനിമാ രംഗത്ത് ഒരു നടിക്ക് കല്യാണമായാൽ അവരുടെ മാർക്കറ്റ് പോകും, ശമ്പളവും കുറയും. ഈ രീതിയെ മാറ്റിയത് നയൻതാരയാണ്. വിവാഹത്തിന് ശേഷവും വലിയ സിനിമകളിൽ നയൻതാര അഭിനയിച്ചു. അവർ ചില സിനിമകൾ വേണ്ടെന്ന് പറഞ്ഞതല്ലാതെ അവസരങ്ങൾ കുറഞ്ഞിട്ടില്ല. പക്ഷെ സിനിമകൾ ഓടുന്നില്ല. വിവാഹത്തിന് ശേഷം അവരുടെ സിനിമകളൊന്നും പോകുന്നില്ല. അതിന് കാരണം നയൻതാരയല്ല, സിനിമകളാണ്. കണ്ടന്റ് നല്ലതാണെങ്കിൽ ഓടും. സിനിമകൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നയൻതാരയ്ക്ക് ഇന്നും മുമ്പുള്ള അതേ സ്ഥാനം ഇൻഡസ്ട്രി നൽകുന്നുണ്ട്. 12 കോടിയാണ് ശമ്പളം. ഇത്ര വലിയ പ്രതിഫലം എന്തിനു നൽകണം? തുടരെ സിനിമകൾ പരാജയപ്പെടുകയാണല്ലോ എന്ന ചോദ്യങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. സിനിമകളിൽ അഭിനയിക്കാൻ നടിക്ക് ഇപ്പോൾ ചില നിബന്ധനകൾ ഉണ്ടെന്നും അന്തനൻ പറയുന്നു. വീട്ടിൽ നിന്നും 20 കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഷൂട്ടിംഗ് പറ്റൂ. രാവിലെ 11 മണിക്ക് വരൂ. പുറം നാടുകളിൽ ഷൂട്ടുണ്ടെങ്കിൽ വേറെ വഴിയില്ലെങ്കിൽ കുട്ടികളെയും എടുത്ത് കുടുംബത്തോടൊപ്പം പോകും. കുട്ടികളുടെ കാര്യം നോക്കാൻ വേണ്ടിയാണ് ഈ നിബന്ധനകളെന്നും അന്തനൻ വ്യക്തമാക്കി. ഇത്രയും നിബന്ധനകൾ ഉണ്ടെങ്കിൽ ശമ്പളം കുറച്ചുകൂടെ എന്നും അന്തനൻ ചോദിക്കുന്നു. പ്രതിഫലം കൃത്യമായി വാങ്ങുന്നു. പക്ഷെ 11 മണിക്ക് വന്ന് 5 മണിക്ക് പോകുന്നത് എങ്ങനെ ശരിയാകും? ഇൻഡസ്ട്രിക്ക് കുഴപ്പമില്ല. ഇത്രയും നിബന്ധനകൾ അവർ എങ്ങനെ സമ്മതിക്കുന്നു എന്ന് തനിക്ക് മനസ്സിലാവുന്നില്ലെന്നും അന്തനൻ പറയുന്നു. അന്നപൂരണിയാണ് നയൻതാരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ചിത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല. നടിയെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച സിനിമകളൊന്നും അടുത്തിടെ ബോക്സ് ഓഫീസിൽ വിജയിച്ചിട്ടില്ല. വരാനിരിക്കുന്ന സിനിമകളിൽ ആരാധകർക്ക് പ്രതീക്ഷയുണ്ട്. മലയാളത്തിൽ ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമയിൽ നടി അഭിനയിക്കുന്നുണ്ട്. നിവിൻ പോളിയാണ് ചിത്രത്തിലെ നായകൻ. നേരത്തെ ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിലും ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.